नमस्कार, स्वागत है आपके फेवरेट रिएक्शन चैनल में। और आज हम लेके आए जेकब विंटेज स्वर्गराज मूवी के सीन 2 का रिएक्शन। और इसका जो इंट्रो सीन था ना, मतलब इससे अच्छी हैप्पी फैमिली और पॉजिटिव फैमिली मैंने तो कहीं नहीं देखी है। हर चीज बहुत अच्छा चल रहा है, पर हमेशा हमने देखा कुछ ना कुछ ट्विस्ट जरूर आता है। देखते हैं फिर आप भी देखो, हम देखते हैं। लेट्स गुड मॉर्निंग जेकब साहब। कैसे हो रविंदर जी ठीक हूँ साहब। ये रखो, ठीक है। बाय, थैंक यू। ओह, ठीक है, दोनों ने दूसरे को कैश दिया। പപ്പ എന്തിനാ അയാൾക്ക് എപ്പോഴും കാശ് കൊടുക്കുന്നത്? പിന്നെ ഈ 10 ദിർഹംസ് വെച്ചിട്ട് അയാൾ മോളെ കെട്ടിക്കാൻ പോകല്ലേ? ഇവിടുത്തെ ചെലവും വാടകയൊക്കെ കഴിഞ്ഞിട്ട് ചെറിയ പൈസയൊക്കെ നാട്ടിലേക്ക് അയക്കാൻ പറ്റുള്ളൂ. ഇയാളുടെ മോള് നല്ല അസാധ്യമായിട്ട് വരയ്ക്കും. പക്ഷേ അവളെ പഠിപ്പിക്കാനൊന്നും അയാളെ കൊണ്ട് പറ്റുന്നില്ല. നൂറുകൂട്ടം പ്രശ്നങ്ങളാണ്. ഈ തണുപ്പത്ത് അവനൊരു ചായയെങ്കിലും കുടിക്കട്ടാ. പപ്പ അയാൾ സമ്മതിക്കുമെന്ന് തോന്നുന്നില്ല. ഓക്കെ, ये क्या बात हुई? അയാൾക്ക് പോയി. ഈ ബിസിനസ് മീറ്റിങ്ങിന് നമ്മൾ എപ്പോഴും രാവിലെ തന്നെ പോകണം. രാവിലെ ആകുമ്പോൾ എല്ലാവരും നല്ല ഫ്രഷ് ആയി പോസിറ്റീവ് ആയിരിക്കും. മനസ്സിൽ ഇത്തിരി നന്മയൊക്കെ ഉണ്ടാവും. ഈ നന്മ നമുക്ക് ഒരുപാട് ഗുണം ചെയ്യും. ആരെ കാണാൻ പോകുമ്പോഴും നമ്മൾ അയാളെ കുറിച്ച് നല്ല ഡീറ്റെയിൽ ആയിട്ട് സ്റ്റഡി ചെയ്യണം. ഈ ചീട്ട് കൊട്ടാരം പോലെ തകർന്നിരിക്കുമ്പോഴും സൂര്യന് താഴെ എന്തിനെക്കുറിച്ചും കൺവിൻസിംഗ് ആയിട്ട് സംസാരിച്ച് കച്ചവടം ചെയ്യാൻ അറിയുന്നവനാണ് യഥാർത്ഥ ബിസിനസ്മാൻ. ഈ യൂസഫ് അലിയൊക്കെ പോലെ അല്ലേ? യൂസഫ് അലിയെ പോലെ അല്ലടാ, നിന്റെ അപ്പനെ പോലെ. എന്ത് നല്ല റോഡാല്ലേ, ഡെവലപ്മെന്റ് എന്നൊക്കെ പറഞ്ഞ ഇതാണ്. ഇതൊക്കെ എന്ത്, ഇവിടെ ടാക്സ് ഒന്നും കൊടുക്കണ്ടല്ലോ. അതൊക്കെ നമ്മുടെ നാട്. റോഡിലെ കുണ്ടും കുഴിയൊക്കെ അങ്ങനെ മെയിൻറ്റെയിൻ ചെയ്ത് ഒരു പഴയ KSRTC ബസ്സിൽ ഇങ്ങനെ ഡുഗു 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 എന്ന് പറഞ്ഞു പോണം. അതൊക്കെ അല്ലടാ വികസനം. നീ KSRTC ബസ്സിൽ യാത്ര ചെയ്തിട്ടുണ്ടോ? ഇല്ല. ഇനി നാട്ടിൽ പോകുമ്പോൾ നമുക്കൊന്ന് കയറാം. ഒരു മലയാളി ആവണം. ലൈഫിൽ ഒരു തവണയെങ്കിലും ഒരു KSRTC ബസ്സിൽ കയറിയിരിക്കണം. हर स्टेट की बस कुछ ना कुछ तरीके से फेमस है ही। अरे वाह, शेख के घर दावत मीटिंग। आप हमारे रिएक्शंस एंजॉय कर रहे हो, लेकिन कुछ लोग ऐसे हैं जिन्होंने चैनल को सब्सक्राइब नहीं किया हुआ है। मैं हर महीने एक लकी सब्सक्राइबर को 5000 रुपीज देने वाला हूं, तो सब्सक्राइब नाउ एंड प्रेस द बेल नोटिफिकेशन। एक्सेप्टेड। बधाइयाँ। सब चीज ही बहुत अच्छी है। എന്ത് രസാലേ. ആദ്യം അയാൾ ഇൻവെസ്റ്റ് ചെയ്യാനൊന്നും തരായിരുന്നില്ല. പിന്നെ നമ്മൾ അയാളെ സംസാരിച്ച് അവസാനം സമ്മതിപ്പിച്ചു. പറയട്ടെ, അമ്മ ഇവന് ഗേൾ ഫ്രണ്ട് ഉണ്ട്, രണ്ടുപേരും ഒരുമിച്ച് നടന്നു. പ്രിൻസിപ്പൽസ് അനൗൺസ്മെന്റ്. നമ്മുടെ കുടുംബത്തിൽ നിന്ന് ആദ്യമായിട്ട് ഒരാൾ MBBS ചേരാൻ പോകുന്നു. നല്ല വിവരവും വെള്ളിയാഴ്ചയുമുള്ള ഒരു ഡോക്ടറായിട്ട് അവൾ തിരിച്ചു വരട്ടെ എന്ന് നമ്മൾ പ്രാർത്ഥിക്കുന്നു. ഈ ഡിന്നർ ഞാൻ എന്റെ അമ്മുക്കുട്ടിക്ക് ऑरेंज जूस पी रहा है। പിന്നെ എല്ലാവരോടും ഒരു കാര്യം, മറ്റന്നാളാണ് അമ്മ ഇവിടുന്ന് പോകുന്നത്. നാളെ ഒരു ദിവസം നമ്മൾ എല്ലാവരും ഫാമിലിക്ക് വേണ്ടി മാറ്റിവെക്കുന്നു. നമ്മൾ ഒരുമിച്ച് പുറത്തു പോകുന്നു. സിനിമ, ഷോപ്പിംഗ്, ഡെസേർട്ട് ഡ്രൈവ്, ബെല്ലി ഡാൻസ്. കേരള അമ്മമാരോട് സംസാരിക്കരുത്. അടിപൊളിയാണല്ലേ, സൂപ്പറാണ്. Now listen, നമുക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാം, പക്ഷേ നാളെ. അത് നിന്നെ ഉദ്ദേശിച്ച, നിന്നെ മാത്രം ഉദ്ദേശിച്ച. ശരി, അമ്മ മാറി, ഞാൻ കഴുകാം. ഞാൻ കഴിക്കോളവിടെ. മുത്തന്തേ നീ അവിടെ ഉണ്ട്. എന്താ നീ നിങ്ങൾ വന്നേ. വാടാ, ആ വാതിലും കടച്ചേ. अरे मुझे लग रहा है अब कुछ सीरियस बात आएगी। अंकल कभी सीरियस नहीं होते भाई। हाँ, നാളത്തെ ഈ ഔട്ടിങ് കഴിഞ്ഞാല് പിന്നെ നമ്മുടെ ഫാമിലി മാത്രമായിട്ടൊരു പുറത്തു പോക്കിനൊക്കെ ഉള്ള ചാൻസ് കുറവാ, അല്ലടാ? എന്താ ഇങ്ങനെ പറയുന്നത്? ഏയ്, ഞാനങ്ങനെ ഒരു നെഗറ്റീവ് സെൻസിൽ പറഞ്ഞൊന്നുമല്ല. അമ്മു ഇനിയിപ്പോൾ വെക്കേഷൻസിനൊക്കെ മാത്രമല്ലേ വരുള്ളൂ. പിന്നെ അധികം വൈകാതെ നിന്റെ കല്യാണം, അത് കഴിഞ്ഞ് അടുത്ത ആളുടെ കുടുംബത്തിലെ മെമ്പേഴ്സ് കൂടുമല്ലോ. പക്ഷെ എന്തൊക്കെ പറഞ്ഞാലും ഞാൻ ഉണ്ടാക്കിയെടുത്ത എൻ്റെ കുടുംബം ഇതല്ലടാ. നിനക്ക് ഞാനൊരു സാധനം തരാം. कैमरा। अच्छा, मुझे कुछ लगा कुछ प्रॉपर्टी। ഞാൻ ദുബായിൽ വന്ന സമയത്ത് എൻ്റെ ആദ്യത്തെ സേവിങ്സ് എന്ന് വാങ്ങിച്ച ക്യാമറയാണ്. എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട മൊമെന്റ്സ് ഒക്കെ ഞാൻ ക്യാപ്ചർ ചെയ്തിട്ടുള്ളത് ഈ ക്യാമറയിൽ. നാളെ നീ എനിക്കിതിൽ കുറച്ച് ഫോട്ടോസ് എടുത്തു തരണം.
നമ്മുടെ ഫാമിലിയുടെ. പപ്പ ഇത് ഫിലിം ഇടുന്ന ക്യാമറ അല്ലേ? കുറച്ച് ഫോട്ടോസ് എടുക്കുമ്പോഴേക്കും തീരും. ഞാൻ എൻ്റെ പുതിയ ക്യാമറ എടുക്കാം. ഡിജിറ്റലിൽ എടുക്കുന്ന 100-300 ഫോട്ടോസ് ഒന്നും വേണ്ടടാ. Oh. ഒരു ചെറിയ ആൽബത്തിൽ സൂക്ഷിക്കാൻ നല്ല കുറച്ച് ഓർമ്മകൾ പറ്റുമോ? मेरे को नहीं लग रहा कुछ सीरियस आने वाला है इस मूवी में. सब हैप्पी हैप्पी रहेगा. और ऐसा फैमिली डे तो यार हर कोई डिजर्व करता है. वाह, क्या बात है भाई, मुझे भी सिखा दे, ये अभी तक नहीं सीख पाई मैं. चलो केस 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 चिल्ला मत बोल केस. वाह, ये मूवी देखनी बाकी है हमारी. ओ यार, इसमें बहुत हालत खराब होती है. क्या मजेदार दिन रहा है. ഈ കാർ ഭയങ്കര ഓൾഡ് ആയി പപ്പ. പപ്പ നമുക്കൊരു ബെല്ലി വായിക്കാം. സിനിമയ്ക്കൊക്കെ പോകുമ്പോ ബെല്ലി എടുത്തോണ്ട് പോവാം. बेली സൺഡേ ഔട്ടിങ്ങിന്. വെള്ളിയാഴ്ച മീൻ മേടിക്കാൻ പോകാൻ ഫെറാറി ആയാലോ? യെസ് കറക്റ്റ്. നമുക്ക് വാങ്ങിക്കടാ. ആ ഇതുങ്ങളെയൊക്കെ കെട്ടിച്ചു വിടാനുള്ളതാ. പപ്പയും മക്കളും കാശ് ചെലവാക്കാനുള്ള വഴി മാത്രം ആലോചിച്ചാൽ മതി. സമ്പാദിക്കാനുള്ള വഴി ഒന്നും ആലോചിക്കണ്ട. ഇനി എന്ത് സമ്പാദിക്കാനാണ്? എന്റെ ഏറ്റവും വലിയ സമ്പാദ്യം ഐ ആം ദ വെൽത്തിയസ്റ്റ് മാൻ ഇൻ ദ വേൾഡ്. ഞാൻ ആരെ വേണമെങ്കിലും ചലഞ്ച് ചെയ്യാം. അംബാനിയെ വേണേ ചലഞ്ച് ചെയ്യാം, മിത്തലിനെ ചലഞ്ച് ചെയ്യാം, യൂസഫ് അലി വേണമെങ്കിലും ചലഞ്ച് ചെയ്യാടി. അവരൊക്കെ ഇപ്പൊ ഉറങ്ങായിരിക്കും. അത് ശരിയാ. ഈ പാതിരാത്രിക്ക് ആരെയും ചാലഞ്ച് ചെയ്യണ്ട. നേരെ നോക്കി വണ്ടി ഓടിച്ചാ മതി. പപ്പ നേരെ നോക്കി വണ്ടി ഓടിക്കും. ദേ കരഞ്ഞ് ഓവറാക്കല്ലേ, അതുകൊണ്ട് എയർപോർട്ടിലേക്ക് വരണ്ടെന്ന് പറഞ്ഞേ. ശരി അമ്മ. ये छोटू मस्त है. ചെന്നിട്ട് ഫ്രണ്ട്സിന്റെ ഒക്കെ നമ്പർ അയച്ചാട്ടോ. വായി നോക്കി. सेंड मी अ फ्रेंड. ബൈ ജെറി. പോട്ടടാ മത്തേ. ओके अम्मू. പപ്പ ദേ കൂളിംഗ് ഗ്ലാസിന്റെ ഇടയിൽ കൂടി മഴ ചോരുന്നുണ്ടേ. ഇപ്പൊ എന്നെ പറഞ്ഞ വെറുതെ ആയില്ലേ? ആ बाय. ശരി ओह शी इज आल्सो क्राइंग. ബൈ. एक पहली बार इनका थोड़ा सा फैमिली अलग अलग हुआ है, टाटा. वरना हमेशा इकट्ठे. सैड हो गए यार ये लोग. ഹലോ. ഇല്ലടാ, എന്ത് പറ്റി? വാർത്തകൾ വിശദമായി. ലോകമെങ്ങും സാമ്പത്തിക മാന്ദ്യത്തിന് ആക്കം കൂട്ടിക്കൊണ്ട് അമേരിക്കൻ ഓഹരി വിപണി crash. തകർന്നടിഞ്ഞു. 1987 കനത്ത സാമ്പത്തിക തകർച്ചയ്ക്ക് ശേഷം അമേരിക്കൻ വിപണിയിലുണ്ടായ ഏറ്റവും വലിയ ദുരന്തമാണ് ഇന്നത്തേത്. ലോക മുതലാളിത്ത സാമ്പത്തിക വ്യവസ്ഥയ്ക്ക് തന്നെ ഇന്നൊരു ദുരന്ത ദിനമാണെന്ന് വിദഗ്ധർ വിലയിരുത്തുന്നു. अब इन्होंने इन्वेस्ट അമേരിക്കയിലും ബ്രിട്ടനിലും ബാങ്കിംഗ് രംഗത്തുണ്ടായ കനത്ത തകർച്ചയുടെ ആഘാതം ഗൾഫ് നാടുകളിലും അലയടിക്കുമെന്നാണ് സൂചന. കെട്ടിട നിർമ്മാണ മേഖല, റിയൽ എസ്റ്റേറ്റ്, ഒപ്പം ബന്ധപ്പെട്ട് കിടക്കുന്ന മറ്റു തൊഴിൽ മേഖലകൾ ഇവിടെ മാത്രമല്ല, ലോകത്തിന്റെ പല ഭാഗത്തും. ദാ എന്റെ കൂടെ റൂം ഷെയർ ചെയ്യുന്ന വർഗീസിന്റെ ജോലി മിക്കവാറും പോകുന്ന അവസ്ഥയാണ്. തനിക്കെന്താ തോന്നുന്നേ ദുബായിയുടെ ഫ്യൂച്ചറിനെ പറ്റി? ചങ്കുറപ്പുള്ള കുറെ മനുഷ്യരുണ്ടാക്കിയെടുത്ത സിറ്റിയാണോ ഇത്? അതിന്റെ സ്ട്രെങ്ത് ഈ സിറ്റിക്ക് എന്തായാലും ഉണ്ട്. എന്തൊക്കെ കഷ്ടപ്പാടുകൾ ഉണ്ടായാലും അതെല്ലാം മറികടന്ന് ദുബായ് മുന്നോട്ട് തന്നെ പോകും. दुबई में ट्रस्ट है इनको, और सही ट्रस्ट था. क्या हो गया? പപ്പയുടെ ഫോൺ എന്ത് പറ്റി? ബാറ്ററി പോയി. എന്ത് പറ്റി? ഈ ഷെട്ടി നല്ല ഹെൽത്തി ആയിരുന്നാണല്ലേ. ഷെട്ടി ഞങ്ങൾ ഷെയർസിൽ ഒരുപാട് കാശ് ഇൻവെസ്റ്റ് ചെയ്തു. സ്റ്റോക്ക് മാർക്കറ്റ് ക്രാഷ് ആയപ്പോൾ അത് മൊത്തം പോയി. सुसाइड कर. അതിന്റെ ഷോക്കിൽ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്നതിന് മുമ്പ് തന്നെ अच्छा ओके, अटैक होने आया होगा. ओ मर गए. वो हॉस्पिटल पहुंचने से पहले ही चले गए. अच्छा. ये अपने बारे में कैसे वो सोच रहे हैं क्या? बेटी गई है और सब चीज ऐसे होने लग गई है. उनसे तो पैसे लेने थे ना. 100 टन सारा आपका है. ओह, താങ്ക് യു. ये मंदिर में और माल खरीद रहे हैं. താങ്ക് യു. ഫസ്റ്റ് തിങ് ഇൻ ദ മോർണിംഗ് നാളെ സന്ദീപിന്റെ പൈസ ഞാൻ ബാങ്കിൽ ഇട്ടിരിക്കും. I'm very happy with the returns. Okay. ഒരു കാര്യം ചെയ്യ്, ഈ എമൗണ്ട് തിരിച്ച് ജേക്കബ് ഇൻവെസ്റ്റ് ചെയ്തോളൂ. ഓ ദാറ്റ്സ് ഗ്രേറ്റ്. ആഹാ. Okay. താങ്ക് യു. Oh, my name is Omeri. Frank told me about your investment plan. What did you say your name was? Omeri. ओ मैरी, ये कर क्या रहे हैं? इन्वेस्ट ही कर रहे हैं हर जगह. वैसे ये बेस्ट टाइम होता Only है. because of that. अजय, ये हमेशा बात करते हैं आपके बारे में. जी, ये तो हमारे बड़े भाई की तरह है. ആ സിജോ അജ്മൽ ഒരു ഹ്യൂജ് ലോഡ് സ്റ്റീൽ ഒരു കമ്പനിയിൽ നിന്ന് വാങ്ങാൻ ആലോചിക്കുക. Yeah.
അവനത് മാർക്കറ്റ് റേറ്റിൽ നിന്ന് ഒരു 300 dirhams കുറച്ച് എനിക്ക് തരാമെന്ന് പറയും. അതെങ്ങനെ? ഈ കൺസ്ട്രക്ഷൻ വർക്ക് നിന്ന് പോയൊരു കമ്പനി വിറ്റ് ഒഴിവാക്കുന്നത്. ലോക്കൽ മാർക്കറ്റിൽ ഇപ്പോൾ സ്റ്റീലിന്റെ ബിസിനസ് ഡള്ളാണല്ലോ. പക്ഷേ റേറ്റ് കുറഞ്ഞുകൊണ്ട് ഇപ്പോൾ എക്സ്പോർട്ട് ഡിമാൻഡ് നന്നായിട്ട് കൂടിയിട്ടുണ്ട്. ഓ, അങ്ങനെയാണെങ്കിൽ ഞാനും കുറച്ച് പൈസ ഇൻവെസ്റ്റ് ചെയ്യാം. ഗുഡ്. ഇവിടെ ഒരു ബൾക്ക് എമൗണ്ട് റേസ് ചെയ്യാൻ പറ്റുന്ന ആരെങ്കിലും നിങ്ങൾക്ക് പരിചയമുണ്ട്? കക്ഷി ഒരു ചെന്നൈ മലയാളിയാണ്. ദുബായിൽ വന്നിട്ട് അധികം ആയിട്ടില്ല. മുരളി മേനോൻ എന്നാണ് പേര്. ഞാൻ വേണമെങ്കിൽ അച്ഛനൊന്ന് മുട്ടിച്ചു തരാം. ഓക്കെ. ये सबसे पैसे तो ले रहे हैं, ये ना गलत हो जाए. Senior, learn how to play first. Egoistic है. Jacob Zakaria? Yes. Hi, Murali. Hi. Please come. You've been waiting for long? Hey, it's okay. உங்க கம்பெனி பத்தி நான் கேள்விப்பட்டிருக்கேன். Actually, my friends were saying, pretty good things about you. Thanks. How's he in business? He's good. How do you say that? അയാളെ വിശ്വസിക്കാൻ. That is the most important. 100%. He's like a brother to me. Oh. Okay. It's a lot of money. Yes, it is. ஒரு 2 நாள் டைம் கொடுங்க. யோசிச்சு சொல்றேன். Sure. वाओ, को पैसे तो मिल रहे हैं, बस डील सही हो जाए. हो ना जाए बस. हाँ, एक और चेक. धीरम जी धीरम. ना सारा कैश. ഫുൾ എമൗണ്ട് എഴുതിയിട്ടുണ്ട് എൻ്റെ ഭാഗത്തുനിന്ന് ഒരു ഗ്യാരണ്ടിക്ക്. Oh. Thank you. Can I see some more collections? Sir, this would be an excellent choice. And the price is also slashed down. I think you should buy it. Wow, nice. ജെറി. വാങ്ങിയാലോടാ? പപ്പ ഇത് വലിയ സ്റ്റോണല്ലേ, വലിയ വില കൊടുക്കേണ്ടി വരും. സാരമില്ലടാ, 25th വെഡിങ് ആനിവേഴ്സറി അല്ലേ, നല്ല കനത്തിലിരിക്കട്ടെ. നിന്റെ അമ്മയ്ക്ക് ഭയങ്കര സന്തോഷമാവും. Wow. മാത്രമല്ല ഇപ്പൊ വിലയും കുറവാ. ശരി സാറേ, ഇപ്പം വില കുറവാ. ഞാനും മലയാളിയാ, വരകരയുന്ന ഭാഷ. സുനി, ഞാൻ വില്ലങ്ങ് എടുത്തോട്ടെ. പപ്പ കാർഡ്. നിന്റെ കാർഡ് കൊടുക്കടാ. എന്റെ കാർഡ് കൊടുക്കണതിന് പപ്പയുടെ കാർഡ്. ഏത് കാർഡ് കൊടുത്താലും ഞാൻ തന്നെയല്ലേ ബില്ലടയ്ക്കുന്നത്. പൊന്നു മണിച്ചേട്ടാ, വെഡിങ് ആനിവേഴ്സറി ആയിട്ടെങ്കിലും എന്നെ ഒന്ന് വെറുതെ വിട്ടൂടെ? ജേക്കബേ, ഒന്ന് ഓഫീസിൽ വരെ വാ. कुछ हो गया है, कुछ ഞാൻ हो गया വീട്ടിൽ പോട്ടെന്നാ. ഷേർലി വെയിറ്റ് ചെയ്യുക. അത്യാവശ്യം ഇല്ലെങ്കിൽ ഞാൻ പറയില്ലല്ലോ. कुछ दिक्कत आई है बिजनेस में. अजमल भाई, അജ്മലിന്റെ വീട്ടിലേക്കും പിന്നെ ഓഫീസിലേക്കും മാറി മാറി വിളിക്കുന്നുണ്ട്. ആരും ഫോൺ അറ്റൻഡ് ചെയ്യില്ല. भाई ये क्या हो ഇന്ന് गया? കുറച്ചു മുമ്പ് ഓന്റെ മൊബൈലിൽ വിളിച്ചപ്പോ റിങ് ചെയ്തു. 2 റിങ്ങോടുകൂടി he ഫോൺ അവൻ disconnected the കട്ട് call. इनकी रिस्पांसिबिलिटी നമ്മൾ इन्होंने ली ഫോൺ थी. കട്ട് ചെയ്യുമ്പോൾ വരുന്ന ഒരു അനൗൺസ്മെന്റ് ഇല്ലേ, അത് അറബിയിലല്ലേ വരിക. ഇത് This wasn't in Arabic. तो उन्होंने कंट्री छोड़ दी. Oh, कहाँ का था? എന്നെ വിളിച്ചു നോക്കിയോ? यार ये क्या हो गया भाई? होता है ना, जितनी अपनी रीच है उनसे ज्यादा इन्होंने माल ले लिया. ये क्या हो गया? भैया, ये सारा हमारा लोड है, बाकी 2 दिन के बाद आएगा. सब एक साथ शिफ्ट करते हैं. सारा पैसा दे दिया So this is yours. थैंक यू भैया. मेक अ क्लीन स्वीप. Oh, बता के गया था. He's going to make a clean sweep. मैं आपको कभी नहीं भूलूंगा. Oh, that smile, devilish smile. Oh my God, भैया भैया करके चूना लगा दिया. और छबा कर दिया इनको खत्म. तबाह. पूरी कॉन्स्पिरेसी थी. मरहबा. बस कर दे. അവൻ ചതിച്ചു കളഞ്ഞല്ലോ ജേക്കബേ. मेरे सारे फाइनेंशियल प्रॉब्लम्स अब सॉल्व होने Okay, वाले हैं. बस. With this money, I'm going to make a clean sweep. मैं आपको कभी नहीं भूलूंगा. I'm going to make a clean sweep. Clean sweep. Oh my God. कितनी बार बोलूंगा मैं? अजमल. अरे भाई ऐसा नहीं, थोड़ा सा ऊपर करो. अरे ഇത് അജ്മലിന്റെ ലോഡാണ്. അല്ല സാർ, ഇത് കമ്പനിയുടെ ലോഡാ. ഇത് ഓൾറെഡി സെയിൽ ആയതാ. പാർട്ടി നാളെ വന്ന് സാധനം ക്ലിയർ ചെയ്യും. अरे भाई ऐसा नहीं, मैं आएगा. फंस गए. क्या करेंगे यार, पैसा सारा उसको दे दिया.
പപ്പയുടെ ഇൻവെസ്റ്റേഴ്സിന്റെ മുഴുവൻ കാശ് അവൻ്റെ കയ്യിലാണോ? എത്ര? 8 million. Oh, 1 million dirhams. 13 കോടി. 13 crores. 13 करोड़ भाई। ये भी बुरे फंसे भाई। 13 करोड़ क्या हो गया यार ये? उसने पूछा भी था, इज ही ट्रस्टवर्दी? അവള് സന്തോഷിക്കേണ്ട ദിവസമായി. അവള് സന്തോഷിച്ചോട്ടെ. सिर्फ आज खुश रह के क्या हो जाएगा? कल तो पता लगना ही है। ओ ये एनिवर्सरी का वो। अरे अंकल ये ऐसा लग रहा है गिरने वाले हैं। वो पता है कहते हैं ना कि भाई बाहर वाला बंदा क्या टेंशन से आ रहा है, तुम्हें आइडिया नहीं है। वो रिंग भी दे रहे भाई। अच्छा है इतना के चिलवाकी। इसको चीप कह रहे थे। यार ये क्या हो गया? നാസറ, ഞാൻ പറയുന്ന ഒന്ന് കേക്ക്. ഇല്ലില്ല, ഞാൻ എവിടെയും പോകുന്നില്ലോ, ഞാൻ ഇവിടെ തന്നെ ഉണ്ട്. അജ്മലിനെ ഞാൻ ട്രേസ് ചെയ്തോളാം. ഒന്ന് വെയിറ്റ് ചെയ്യണം. आपको आंसर देना पड़ेगा। സന്ദീപ്, ഞാൻ ആദ്യത്തെ ഞാൻ പറഞ്ഞ പോലെ കൃത്യം ഡേറ്റിന് പൈസ തന്നതല്ലേ. ഇത് ഞാൻ എക്സ്പെക്ട് ചെയ്യാത്തൊരവസ്ഥയായി. പ്ലീസ് ഒന്ന് മനസ്സിലാക്കണം പ്ലീസ്. आंटी के होश उड़ गए अब। ओह माय गॉड। लाइक सडनली आप रिच से पुअर। അവന് ചെക്കാണോ കൊടുത്തത്? कैश പോലീസിന് എന്തെങ്കിലും? कैश का तो क्या ही ट्रेस करेगी। पर ऐसे क्यों किया इन्होंने? ट्रस्ट के बेस पे। हाँ ഫോണിൽ സംസാരിച്ചിട്ടൊന്നും കാര്യമില്ല. ഇൻവെസ്റ്റ് ചെയ്ത എല്ലാവരും നേരിട്ട് കാണണം. छोड़ेंगे नहीं। കാര്യങ്ങൾ പറഞ്ഞ് ബോധ്യപ്പെടുത്തണം. നമ്മുടെ അവസ്ഥ മനസ്സിലാവാതിരിക്കില്ല കുറച്ചു പേർക്കെങ്കിലും. സിജോയ്, നീ എനിക്ക് തന്ന കാശ് നീ എത്രമാത്രം കഷ്ടപ്പെട്ടിട്ട് അറേഞ്ച് ചെയ്തെന്ന് എനിക്കറിയാം. അത് ഒരു ദിർഹം പോലും കുറയാതെ ഞാൻ തിരിച്ചു തരികയും ചെയ്യും. പക്ഷെ എനിക്ക് കുറച്ച് സമയം വേണം. संबिनी काफी ज्यादा रहे। ഞാൻ വേണമെങ്കിൽ നിനക്ക് ഗ്യാരണ്ടിക്കൊരു പോസ്റ്റ് ഡേറ്റഡ് ചെക്കോ മറ്റോ. ചൂടാറുന്നതിന് മുമ്പ് കുടിക്കൂട്ടോ. ये भी लाइक അച്ഛൻ ചായ കുടിക്കേ. अच्छा चाय कह रहे हैं, चाय तो भी मुझे लगा कहेंगे यू आर नॉट अलाउड टू हैव इट। ജെറി, 97 ഞാൻ ദുബായിലെത്തുന്നത്. 2 വർഷം ലേബർ ക്യാമ്പിലായിരുന്നു. അവിടെ പെട്ടുകിടന്ന് പൊക്കിക്കൊണ്ടുവന്നത് നിന്റെ പപ്പയാ. കടങ്ങളുടെ കണക്ക് പറയാനാണെങ്കിൽ നിന്റെ പപ്പയ്ക്ക് പറയാനുള്ളതിലും ഒരുപാടധികം എനിക്ക് പറയാനുണ്ട്. ഈ മനുഷ്യൻ ഇല്ലായിരുന്നെങ്കിൽ ഇക്കാണുന്നത് ഒന്നും ഉണ്ടാവില്ലായിരുന്നു. എന്റെ പണം ജേക്കബച്ചായന്റെ കയ്യിൽ എന്റെ ഏറ്റവും വലിയ ഗ്യാരണ്ടി. അതിന് ഏതെങ്കിലും ബാങ്ക് ഇഷ്യൂ ചെയ്യുന്ന കട്ടിക്കടലാസ് ഒപ്പിട്ട് തരേണ്ട ആവശ്യമൊന്നുമില്ല. എന്റെ പപ്പയോട് പറഞ്ഞേക്ക്. और ये जेकब पे और प्रेशर डालता है, पता है कि तुम पे कोई विश्वास रखते ना इतना। इनको स्ट्रेस तो होगा यार। वाओ, आएगा कमबैक। यार अब जिस चीज़ का डर था वही हो गया। और ये फाइनेंशियल चीज़ें ऐसी होती है ना कि यार पूरी फैमिली हिल जाती है और कहीं ना कहीं सब लोग सफ़र करने लग जाते हैं। इवन जो छोटे होते हैं उनको ज़्यादा पता भी नहीं होता, उनके बड़े भाई बहन होते हैं, उनको उन पे भी प्रेशर आता है कि यार हमको कुछ करना है। तो मुझे लग रहा है जेरी को रिस्पॉन्सिबिलिटी लेनी पड़ेगी कुछ करने की। बट यार मेरे ख्याल से वो तो बहुत दूर की बात है। पहले तो यही है कि भाई इनका पूरा घर तबाह हो गया है और लाइक हम लोग बात ही कर रहे थे कि कुछ ना कुछ ट्विस्ट आ सकते हैं, बट आ ही गया और बहुत ख़राब आया है। लाइक एकदम से इन्होंने मतलब वो जैसे लग रहा था जैसे अजमल पे वो ट्रस्ट कर रहे थे, थोड़ा सा लग रहा था, इंटीमेशन आ रही थी कि गलत हो रहा है। और हम वो भी देख रहे थे वो कैसे कैश में उनको सारा पैसा दे रहे थे। अगर बैंक ट्रांसफर करते तो कहीं ट्रेस हो जाता है, ये पकड़े जाते हैं, लेकिन उस वजह से अब ये सारा का सारा फंस गए। हाँ यार, मतलब कितने सारे इन्वेस्टर्स से इन्हें ऑलरेडी पैसे ले लिए, अब उसने इतना बड़ा धोखा दे दिया। और बीच में जो एक इन्वेस्टर था उसने बोला भी था क्या ये ट्रस्ट वर्दी है या नहीं, बट स्टिल वो कहते हैं ना वो भाई भाई करने के चक्कर में बेचारे वो एकदम मतलब पूरी तरीके से उनका ट्रस्ट था वो टूट गया और सारा पैसा चला गया उनका। वही आप लोगों को सीन कैसे लगा कमेंट सेक्शन में
जरूर बताएगा, जैसे लाइक करते जाए, कमेंट करते जाए, शेयर करते जाए। और सब्सक्राइब करिए। बाय।